വെൽക്കം ടു ഇലക്ട്രിക്കൽ ലേഡീസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ തന്നെ നിങ്ങളിൽ പലരും എന്ത് ചെയ്യുക, ഇനിയും CBT2 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാത്തവരാണ് കുറേ പേര്. പക്ഷേ കുറേ പേര് എന്ത് ചെയ്യുക, സിസ്റ്റമാറ്റിക്കായിട്ട് CBT1 പ്രിപ്പറേഷൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, CBT2 പ്രിപ്പറേഷനും നടത്തിയ കുറേ പേരുണ്ട്. അത് കൂടാണ്ട് CBT1 റിസൾട്ട് വന്ന ഉടനെ തന്നെ എന്ത് ചെയ്യുക, CBT1 എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ എന്ത് ചെയ്യുക, പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത കുറേ പേരുണ്ട്. പക്ഷേ ഇതിൽ മെജോറിറ്റി ഓഫ് ആൾക്കാർ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ CBT1 റിസൾട്ട് വരട്ടെ അല്ലെങ്കിൽ CBT1 കട്ട് ഓഫ് വരട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, CBT1 റിസൾട്ട് വന്നു കഴിഞ്ഞാൽ CBT2 എക്സാമിന് വേണ്ടി അധികം സമയമൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പം ആസ് പെർ ദ സോഴ്സ് നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിച്ചത് RRB ALPയുടെ റിസൾട്ട് എന്ത് ചെയ്യുക, 2 ആഴ്ചക്കുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുക, വീണ്ടും RRB JEയുടെ റിസൾട്ട് എന്ത് ചെയ്യുക വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്ത് ചെയ്യുക, അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും CBT2 എക്സാം ഉണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് അധികം സമയങ്ങളോ കാര്യങ്ങളൊന്നും കിട്ടുന്നുണ്ടാവില്ല. നിങ്ങളുടെ പ്രിപ്പറേഷൻ എഫക്റ്റീവായിട്ട് നടത്താൻ വേണ്ടിയിട്ട് സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചാൽ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇപ്പോഴേ എന്ത് ചെയ്യുക, ടെക്നിക്കൽ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം CBT2. അതുകൂടാണ്ട് ഇതിൽ എന്ത് ചെയ്യുക, 100 മാർക്കാണ് ടെക്നിക്കൽ, 50 മാർക്ക് എന്ത് ചെയ്യുക അവിടെ നോൺ ടെക്നിക്കൽ ഉണ്ട് അവിടെ അല്ലേ. നോൺ ടെക്നിക്കൽ ഇങ്ങനെ CBT1 നിങ്ങൾ പഠിച്ചു തന്നെയാണ്, അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് ക്വസ്റ്റൻസ് മാത്രമേ എക്സ്ട്രാ വരുന്നുള്ളൂ. അപ്പോൾ അതിൽ CBT1 നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എന്ത് അവിടെ റിവൈസ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് അവിടെ മറന്നു പോകും അല്ലേ, ആരായാലും അത് മറന്നു പോകും. അപ്പോൾ നിങ്ങൾ പിന്നെ റിസൾട്ട് വന്നിട്ട് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ എടുത്ത എഫേർട്ടൊക്കെ എന്ത് അവിടെ വെറുതെ ആയിപ്പോവും. അപ്പോൾ അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുക, CBT2 പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ എന്ത് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി പറ്റിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നും ബുക്കുകൾ മെറ്റീരിയൽസ് ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ടാവും. അതുകൂടാണ്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി പറ്റിയ പുസ്തകങ്ങൾ ഏതൊക്കെയാണെന്നും മെറ്റീരിയൽ ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് എന്താ, നിങ്ങൾ എങ്ങനെയാണ് മോക്ക് എക്സാംസ് അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയാണ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടാവും. നമുക്ക് എന്നാൽ വീഡിയോയിലോട്ട് പോവാം. അതിപ്പോൾ നമുക്കിപ്പോൾ ഏറ്റവും അധികം പറയാനുള്ളത് ബേസിക് കൺസെപ്റ്റ്. അപ്പോൾ ബേസിക് കൺസെപ്റ്റിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം, നമ്മളിപ്പം RRB JEയുടെ സിലബസ് അനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. സിലബസ് നിങ്ങളുടെ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ താഴെ ഫസ്റ്റ് കമന്റായിട്ട് നമുക്ക് സെറ്റ് ആക്കി വെക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ബേസിക് കൺസെപ്റ്റിൽ പറയുന്നത് എന്താ, ബേസിക് ഇലക്ട്രിക്കൽ ബൈ VK മേത്തയുടെ ബുക്കാണ്. നമുക്ക് അതിൽ എന്താ കൺസെപ്റ്റ് പഠിക്കാൻ വേണ്ടി പറ്റിയ ഒരു പുസ്തകം. അതേപോലെ തന്നെ സർക്യൂട്ട്സ് ലോ പറയുന്നത്, സർക്യൂട്ട്സ് ലോ എന്താ, നമുക്ക് സെയിം ബുക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതിൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് മാഗ്നറ്റിക് സർക്യൂട്ട്സ് ഉണ്ട്, മാഗ്നറ്റിക് സർക്യൂട്ട്സ് എന്താ, നമുക്ക് ഈ സെയിം ബുക്ക് നമുക്ക് എന്താ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ബേസിക് ഇലക്ട്രിക്കൽ ബൈ VK മേത്ത. അതേപോലെ AC ഫണ്ടമെന്റലും ഉണ്ട്. AC ഫണ്ടമെന്റൽ എന്താ, നമുക്ക് ഈ ഒരു സെയിം പുസ്തകം തന്നെ എന്താ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാമിനാണ് നിങ്ങൾ നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ, ഇത് നിങ്ങൾക്ക് AK ചക്രവർത്തി സർക്യൂട്ട് തിയറി അല്ലെങ്കിൽ നെറ്റ്വർക്ക് തിയറി എന്ന് പറഞ്ഞ AK ചക്രവർത്തിയുടെ ഒരു ബുക്ക് ഉണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ എക്സാമിനൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ RRB അല്ലെങ്കിൽ SSC അല്ലെങ്കിൽ ഡിപ്ലോമ ലെവൽ എക്സാംസിനൊക്കെ എന്താ, ഇത് VK മേത്ത അല്ലെങ്കിൽ ബേസിക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ തെരേജയുടെ പുസ്തകം എന്താ നിങ്ങൾ നോക്കിയാൽ മതിയാവും. ഓക്കെ, തെരേജയുടെ പുസ്തകം നോക്കിയാലും മതി, അല്ലെങ്കിൽ എന്താ VK മേത്തയുടെ പുസ്തകം നോക്കിയാലും മതിയാവും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യാം, മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് വരുന്നത്. മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് നമ്മുടെ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് പറയുന്നുണ്ടാവും, AK ഷോണി ആയിരിക്കും പറയുന്നുണ്ടാവുക. അതന്നെ എന്താ ഡിപ്ലോമക്കും ഡിഗ്രി ലെവലിൽ നിങ്ങൾക്ക് എന്താ AK ഷോണി നിങ്ങൾക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഇനിയിപ്പം ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. ഇലക്ട്രിക്കൽ മെഷീൻസിന് എന്താ, നമുക്ക് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പുസ്തകം എന്ന് പറഞ്ഞാൽ JB ഗുപ്തയാണ്. അതല്ലാതെ ഉണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് BL തെരേജയുടെ സെക്കൻഡ് വോളിയത്തിലേക്ക് നോക്കാം. ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പല പുസ്തകത്തിന്റെ എന്താ PDF അവൈലബിൾ ആണ്. വേണമെങ്കിൽ എന്താ നിങ്ങൾക്ക് അങ്ങനെയും നിങ്ങൾക്ക് നോക്കാം. അതല്ലെങ്കിൽ പല യൂട്യൂബ് ചാനലും എന്താ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞത്, അതിന്റെ ഒരു സീരീസ് വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി, അത് നമ്മൾ എന്താ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക്കൽ മെഷീൻസ് ബൈ BL തെരേജ അല്ലെങ്കിൽ JB ഗുപ്ത. JB ഗുപ്തയാണ് ഏറ്റവും ബെറ്റർ. അല്ലാന്നുണ്ടെങ്കിൽ എന്താ, നിങ്ങൾക്ക് BL തെരേജയിലേക്ക് പോവാം. BL തെരേജയിലാകുമ്പോൾ സിമ്പിൾ ആയിട്ട് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ അതിൽ എന്താ എറേഴ്സ് ഉണ്ടാവും കേട്ടോ. BL തെരേജയിൽ കുറെ എറേഴ്സ് ഉണ്ട്. അപ്പോൾ എറേഴ്സ് BL തെരേജയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബെറ്റർ എന്താ, JB ഗുപ്ത തന്നെയാണ്. ഓക്കെ, അതേപോലെ പവർ സിസ്റ്റത്തിന്റെ പറയുകയാണെങ്കിൽ VK മേത്ത അല്ലെങ്കിൽ രോഹിത് മേത്തയാണ് നല്ലത്, അല്ലെങ്കിൽ CL വാദ്വയിലേക്ക് പോവാം. അതും അല്ലെങ്കിൽ എന്താ, നമ്മൾ എപ്പോഴും പറയുന്ന പോലെ BL തെരേജ, സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ അറിയണമെങ്കിൽ BL തെരേജയിലേക്ക് പോവാം. BL തെരേജയിൽ എന്താ എറർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, ബെറ്റർ എന്ന് വെച്ചാൽ VK മേത്ത അല്ലെങ്കിൽ രോഹിത് മേത്ത, VK മേത്തയും രോഹിത് മേത്ത എന്നുള്ളതാണ് ഓതേഴ്സ്. ഓക്കെ, VK മേത്തയും രോഹിത് മേത്ത ഓതേഴ്സ് വരുന്ന പവർ സിസ്റ്റം അനാലിസിസ് നമ്മൾ അതിന്റെ ഒരു കവർ പേജ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ വാദ്വേന്റെ സ്റ്റോക്ക, അതും അല്ലെങ്കിൽ എന്താ BL തെരേജയുടെ വോളിയം 3യിലേക്ക് പോവാം. VL തെരേജയിൽ എറേഴ്സ് ഉണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങൾക്ക് എസ്റ്റിമേഷൻ ക്വസ്റ്റ്യൻ പഠിക്കുകയാണെങ്കിൽ RK രജ്പുത്തിന്റെ ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അതേപോലെ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ നിങ്ങൾക്ക് RK രജ്പുത്തിന്റെ പുസ്തകം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്.
അതുപോലെ ബേസിക് ഇലക്ട്രോണിക്സിന്റെ കേസിലോ നിങ്ങൾക്ക് ഇതേപോലെ വി കെ മേത്തയുടെ ബേസിക് ഇലക്ട്രോണിക്സ് ബൈ വി കെ മേത്തയുടെ പുസ്തകം എന്ത് ചെയ്യാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ SSC അല്ലെങ്കിൽ RRB ജിയുടെ സിലബസിൽ വരുന്നത്. ഇതിന്റെ സിലബസ് നമ്മൾ എന്ത് ചെയ്യാം താഴെ ഫസ്റ്റ് കമന്റ് ആയിട്ട് നമ്മൾ പിൻ ചെയ്ത് വെക്കാം. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ, നമ്മൾ ഇതിന്റെ ജസ്റ്റ് അതിന്റെ കവർ പേജ് ജസ്റ്റ് ആഡ് ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് SI യൂണിറ്റ്സ് വോളിയം 1 അതാണ് ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് എസ്റ്റേൺ പബ്ലിക്കേഷൻസിന്റെ ബിഗൽ തെരജ അല്ലെങ്കിൽ ആക്കിയ തെരജയുടെ. അതേപോലെ തന്നെ എന്ത് ചെയ്യാം ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇലക്ട്രിക്കൽ എഞ്ചിൻ ടെക്നോളജി ഇൻ SI യൂണിറ്റ്സ് വോളിയം 2 ഇൻ DC മെഷീൻസ് നമ്മൾ ബിഗൽ തെരജ ആക്കിയ തെരജ. അതേപോലെ ടെക്സ്റ്റ് ബുക്ക് ഓഫ് ഇലക്ട്രിക്കൽ ടെക്നോളജി പവർ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എസ്റ്റേൺ പബ്ലിക്കേഷൻസിന്റെ ബിഗൽ തെരജ ആക്കിയ തെരജ. പിന്നെ നമ്മൾ പറഞ്ഞു പിന്നെ രോഹിത് മേത്തയുടെ പുസ്തകമാണ് കുറച്ചുകൂടി ബെറ്റർ എന്നുള്ളത്. വി കെ മേത്ത രോഹിത് മേത്ത അല്ലെങ്കിൽ വാത്വയിലേക്ക് നിങ്ങൾക്ക് പോവാം. പ്രിൻസിപ്പിൾ ഓഫ് പവർ സിസ്റ്റം ബൈ വി കെ മേത്ത ആൻഡ് രോഹിത് മേത്ത എസ്റ്റേൺ പബ്ലിക്കേഷൻസിന്റെ തന്നെയാണ്. പിന്നെ എന്താ എ കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ AK ഷോളിയുടെ പുസ്തകം. മെഷർമെന്റ്സിന് നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെയുള്ള എന്താ ബേസിക് ഇലക്ട്രോണിക്സ് നിങ്ങൾക്ക് എന്താ DP കോത്താരി നഗ്രത്തൻ കോത്താരിയുടെ പുസ്തകം നിങ്ങൾക്ക് എന്താ യൂസ് ചെയ്യാവുന്നതാണ്. നഗ്രത്തൻ കോത്താരിയുടെ പുസ്തകം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഇലക്ട്രിക്കൽ ഡിസൈൻ എസ്റ്റിമേഷൻ കോഴ്സിംഗിന്റെ എന്താ റെയ്ന ഭട്ടാചാര്യയുടെ പുസ്തകം എന്താ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, റെയ്ന ഭട്ടാചാര്യയുടെ പുസ്തകം നിങ്ങൾക്ക് എന്താ ഇവിടെ യൂസ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ RK രജപത്തിന്റെ പുസ്തകം നിങ്ങൾക്ക് എന്താ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനിപ്പോ നമ്മളിപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സാംസ് എഴുതി പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? നമ്മളെ എപ്പോഴും പറയുന്ന പോലെ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ പുസ്തകം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ ഇതിപ്പം നമ്മളിപ്പോ ഇവിടെ ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ RRBGയുടെ ആണ്. RRBGയുടെ PYQs ഇൻക്ലൂഡ് ചെയ്താണ്. സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മൾ എന്ത് ചെയ്യുക ടെക്നിക്കൽ വരുന്നത് RRBG അല്ലെ. സെക്കൻഡ് സ്റ്റേജിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തൊരു പുസ്തകമാണ്. 2018 തൊട്ട് 2018 വരെ 2019 വരെ ഉള്ള ക്വസ്റ്റ്യൻസ് എന്താ അവരവിടെ ആഡ് ആക്കിയിട്ടുണ്ട് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ RRBJNU ഉണ്ട്, അതുപോലെ സീനിയർ സെക്ഷൻ എഞ്ചിനീയറിന്റെ ഉണ്ട്. അതേ അല്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് മേഡിസി 2007 2022 വരെയുള്ള PYQs അടങ്ങിയ മേഡിസി പബ്ലിക്കേഷൻസിന് SSCJയുടെ PYQs അടങ്ങിയ പുസ്തകം നിങ്ങൾക്ക് എന്താ നോക്കാം, റെഫർ ചെയ്യാൻ വേണ്ടി നോക്കുന്നതാണ്. നമ്മൾ ഇതിന്റെ RRBJയുടെ യൂത്ത് കോമ്പറ്റീഷൻ ടൈപ്സിന്റെ നമ്മളൊരു പുസ്തകം രണ്ട് പുസ്തകം ഉണ്ട്. ഇത് കൂടാണ്ട് AE ലെവലും ഉണ്ട് JE ലെവലും ഉണ്ട്. അതിന്റെ ഒരു സാമ്പിൾ ഞാനിപ്പം അവസാനം കാണിച്ചു തരാം. ഓക്കെ, അതിന്റെ കണ്ടന്റ്സ് എങ്ങനെയാണെന്നൊക്കെ ഞാൻ ജസ്റ്റ് സാമ്പിളായി കാണിച്ചു തരാം. ഓക്കെ, അത് കൂടാണ്ട് എന്താ ഇതന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ JE വോളിയം 1 ഉണ്ട്, അതേപോലെ വോളിയം 2 ഉണ്ട്. വോളിയം 1ലും വോളിയം 2ലും എന്തൊക്കെയാണ് എല്ലാവരും നമ്മൾ പറയാം. അതേപോലെ AEയുടെയും ഇതേ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ AEയുടെ പുസ്തകം അവൈലബിൾ ആണ്. അതിന്റെ ഒക്കെ PDF ഒക്കെ അവൈലബിൾ ആണ്. പിന്നെയുള്ളത് നമ്മളെ രാമൻ സാറിന്റെ ഒരു EAD പബ്ലിക്കേഷൻസ് ഉണ്ട്. അതും എന്താ നല്ല തന്നെയാണ്. ഓക്കെ, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ റെഫർ ചെയ്യാം. അതിന്റെ സാമ്പിൾ ഒക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പം ഡിഗ്രി ലെവലാണ് നിങ്ങൾ നോക്കുന്നത്, ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഇതിലാകുമ്പോൾ ഗേറ്റിന്റെ PYQs ഒക്കെ ആഡ് ആക്കിയിട്ടുണ്ടാവും കേട്ടോ. ഗേറ്റിന്റെ PYQs ഒക്കെ ആഡ് ആക്കിയിട്ടുണ്ടാവും. അതുപോലെ എഞ്ചിനീയറിംഗ് സർവീസ് എക്സാമിനേഷന്റെ PYQs ഇതിൽ ആഡ് ആക്കിയിട്ടുണ്ടാവും. ഇത് നമ്മുടെ JB ഗുപ്തയുടെയാണ്, കറ്റാരിയ പബ്ലിക്കേഷൻസിന്റെ ആണ്. ഓക്കെ, അപ്പോ 8th എഡിഷൻ. അതേപോലെ നിങ്ങൾക്ക് അതേപോലെ SN പബ്ലിക്കേഷൻസിന്റെ VK മേത്ത രോഹിത് മേത്തയുടെ പുസ്തകം അവൈലബിൾ ആണ്. അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സ് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് RK രജപത്തിന്റെ ബിർള പബ്ലിക്കേഷൻസിന്റെ പുസ്തകം നിങ്ങൾക്ക് MCQs അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ ടെസ്റ്റ് സീരീസ് നിങ്ങൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം. കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, നിങ്ങൾ പഠിച്ചത് ശരിയായ മാർഗത്തിലാണ് അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് എന്താ കറക്റ്റ് ആണോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എന്ത് ചെയ്യാം കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ വേണ്ടി എന്താ ടെസ്റ്റ് സീരീസിന് വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ടെസ്റ്റ് സീരീസ് നിങ്ങൾ എക്സാം മാക്സിമം അറ്റൻഡ് ചെയ്യണം. നിങ്ങൾ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്താ ഫേസ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ എന്താ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചത് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ച മെത്തേഡ് ശരിയാണോ, നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിൽക്കുന്നുണ്ടോ എന്നില്ലാരും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവില്ല. അതിന്റെ കൂടെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് റിവിഷനും ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എന്താ പിന്നെ 2 ദിവസം കൂടുമ്പോൾ കഴിയുമ്പോൾ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, അതുപോലെ വീക്കിലി റിവൈസ് ചെയ്യുക, അതേപോലെ എന്താ മന്ത്ലി റിവൈസ് ചെയ്യുക, ബൈ വീക്കിലി റിവൈസ് ചെയ്യുക. ഓക്കെ, പഠിച്ച കാര്യങ്ങൾ എന്താ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിവിഷൻ ചെയ്യണം എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അതേപോലെ എന്താ ഷോർട്ട് നോട്ട്സ് എഴുതി വെക്കുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ നിങ്ങൾ ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്ന് ഫസ്റ്റ് നിങ്ങൾ ടോപ്പിക് വൈസ് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അതായത് നമ്മളിപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ടോപ്പിക്സ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ ബേസ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് ടെസ്റ്റ് സീരീസ് അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറെ ടോപ്പിക്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സബ്ജക്ട് വൈസ് ടെസ്റ്റ് സീരീസ് ആവും. അപ്പൊ അതിന്റെ സബ്ജക്ട് വൈസ് ടെസ്റ്റ് സീരീസ് നിങ്ങൾ അപ്ലൈ ചെയ്യാം, അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് എന്താ മിക്സഡ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം സർക്യൂട്ട്സും മെഷീൻസും അല്ലെ, സർക്യൂട്ട്സും DC മെഷീൻസും
അല്ലെ? അതുപോലെ മെഷർമെന്റ്സും സിംഗ്ലസ് മെഷീൻസും അങ്ങനെ എന്താ മിക്സഡ് ആയിട്ടും കൂടി എന്താ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, മിക്സഡ് ആയിട്ടും കൂടി എന്താ ടെസ്റ്റ് സീരീസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. അത് കഴിഞ്ഞ ശേഷം എന്താ മോക്ക് ടെസ്റ്റ്, നിർബന്ധമായിട്ട് മോക്ക് ടെസ്റ്റും വേണം. അതേപോലെ പ്രീവിയസ് ടെസ്റ്റ് നിങ്ങൾക്ക് അത് ഏറ്റവും ആദ്യം ആണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യാം. അതായത് എങ്ങനെയാണ് ക്വസ്റ്റിന്റെ പാറ്റേൺ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടി ഏറ്റവും ആദ്യം ആണെങ്കിൽ എന്താ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ എന്താ അതിന്റെ അടക്കം നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, പ്രീവിയസ് ടെസ്റ്റ് നിങ്ങൾ എന്താ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ എന്തായാലും അതുമായിട്ട് എന്തായാലും എന്താ ഫെമിലർ ആവണം. ഓക്കെ, മോക്ക് ടെസ്റ്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. മോക്ക് ടെസ്റ്റ് എന്താ അത്രയും മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന അത്രയും എന്താ നിങ്ങൾക്ക് അവിടെ എറേഴ്സ് എന്താ കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ടാവും. ഓക്കെ, അതേപോലെ നിങ്ങൾ എത്രത്തോളം എക്സാംസ് എഴുതുന്നു അത്രത്തോളം നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ നെഗറ്റീവ് മാർക്കിംഗ് എന്താ നിങ്ങൾക്ക് അവിടെ കുറയ്ക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. നിങ്ങൾ മാക്സിമം എക്സാംസ് എഴുതാന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മുടെ യൂത്ത് കോമ്പറ്റീഷൻ ടൈംസിന്റെ ജെഇഡി മെയ്ഡി ആണ്. അപ്പോ ഇതില് ജസ്റ്റ് ക്ലാരിറ്റി ചെറുപ്പം കുറവായിരിക്കും. കാരണം വെച്ചാൽ ഇത് ക്യാം സ്കാൻ വെച്ചിട്ട് ചെയ്തതാണ്. അപ്പൊ ക്ലാരിറ്റി കുറവുണ്ടാവും. നമുക്ക് ഇതിൽ മെയിൻ ആയിട്ട് കണ്ടന്റ്സ് മാത്രമാണ് നിങ്ങളോട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിലേറ്റവും നെറ്റ്വർക്ക് തിയറി ഉണ്ട്. അതേപോലെ ഇതിപ്പോ നമ്മളിപ്പോ പറഞ്ഞ ജെഇഡി ആണ് കേട്ടോ. പിന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി. അതിന് ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ കണ്ടന്റ്സ് എന്താ നിങ്ങൾക്ക് ഇതേപോലെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, അപ്പൊ അതായത് നിങ്ങൾക്ക് ഇവിടെ എന്താ ടോപ്പിക് വൈസ് ക്വസ്റ്റ്യൻസ് തന്നെ എന്താ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, ടോപ്പിക് വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ എന്താ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം 1296 പേജസോളം ഉണ്ട് പാർട്ട് വണ്ണിൽ തന്നെ ജെഇയുടെ. അത് കഴിഞ്ഞിട്ടാണ് ജെഇയുടെ പാർട്ട് ടു വരുന്നത്. അതിലാണ് എന്ത് ചെയ്യാം മെഷീൻസും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നത്. യൂട്ടിലൈസേഷൻ, അതുപോലെ ഇലക്ട്രോണിക്സ്, ബേസിക് ഇലക്ട്രോണിക്സ് ഒക്കെ എന്താ അതിലാണ് വരുന്നത്. ഡിജിറ്റലി, അതേപോലെ പവർ ഇലക്ട്രോണിക്സ്, കൺട്രോൾ സിസ്റ്റം. ഓക്കെ, അതൊക്കെ എന്താ കൺട്രോൾ സിസ്റ്റം കൂടി എന്താ ജെഇയുടെ ഇതിൽ എന്താ അവൈലബിൾ ആണ്. ഓക്കെ, അത് ഏകദേശം 1326 പേജ് ഉണ്ട്. ഇനിയിപ്പോ എയുടെ കേസിലാണ് കുറച്ചും കൂടി എന്താ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. എ സിലബസ് നല്ല ഇതിൽ ഇവിടെ കണ്ടില്ലേ ജെഇയുടെ സിലബസ് നല്ല ഇതിൽ കൊടുത്ത പോലെ അവിടെ എന്താ എയുടെ ഇതിൽ കണ്ടില്ലേ ജെഇ ഇലക്ട്രിക്കൽ ജെഇ പറയും PSC എന്നുള്ള ഇത് ഇതിലെന്താ കറസ്പോണ്ടിങ് ആയിട്ട് എന്നുള്ള രീതിയിൽ അവിടെ കൊടുത്തിട്ടുണ്ട്. നെറ്റ്വർക്ക് തിയറി, അതേപോലെ ഫീൽഡ് തിയറി, കൺട്രോൾ സിസ്റ്റം, എലമെന്റ്സ് ഓഫ് ഇലക്ട്രോണിക്സ്, അതേപോലെ നെറ്റ്വർക്ക് തിയറി, ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് തിയറി. ഓക്കെ, കൺട്രോൾ സോറി റിപ്പീറ്റ് ആയിട്ട് വന്നതാണ്. അനലോഗ് ഇലക്ട്രോണിക്സ്, മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, ഇലക്ട്രിക്കൽ മെഷീൻസ് ഒക്കെ ഇതിൽ തന്നെ വന്നിട്ടുണ്ട്. സിഗ്നൽസ് സിഗ്നൽസ് സിസ്റ്റം വന്നിട്ടുണ്ട്. അതേപോലെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്താ പവർ ഇലക്ട്രോണിക്സ്, ഡിജിറ്റലി, പവർ സിസ്റ്റം, അനലോഗ്, ഇലക്ട്രിക്കൽ മെഷീൻസ് ആണ്. ഇതിലാണ് നമ്മൾ എന്ത് ചെയ്തത് പാർട്ട് വണ്ണിലെ മെഷീൻസ് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇൻഡക്ഷൻ മെഷീൻസ് എന്താ ഇതിലാണ് സെക്കൻഡിലാണ് സെക്കൻഡ് വോളിയത്തിലുള്ളത്. അതുപോലെ പവർ സിസ്റ്റം പ്രൊട്ടക്ഷൻ, സ്വിച്ച് ഗിയർ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് മെഷർമെന്റ്സ്, ഇലക്ട്രിക്കൽ മെറ്റീരിയൽസ്, മൈക്രോ പ്രൊസസർ, അതൊക്കെ എന്ത് ഇതിലാണ് ഇത് ഏകദേശം 750 പേജസ് ഉണ്ട്. അപ്പൊ ഇതാണ് അതിന്റെ കണ്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പോ ജസ്റ്റ് ഒന്ന് ഇടയ്ക്കുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ മൈൻഡ് അപ്പ്. നിങ്ങൾ മെയിൻ ആയിട്ട് എന്താ കൂടുതൽ മാക്സിമം എക്സാംസ് അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന്റെ മാക്സിമം എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.